ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്. ഞങ്ങളിവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു എന്ന്. സാർ, ആ ഡയസിൽ കയറി ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത് ഒന്ന് അദ്ദേഹം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. സാറേ, ഡൽഹി കലാപത്തിന് വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്തുക്കാണെന്നും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രിയാണ് മന്ത്രി MP രാജേഷ്. വംശഹത്യക്ക് ഡൽഹിയിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറുമായിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു സുഹൃത്തുള്ളത് എനിക്ക് അഭിമാനമാണ് എന്ന് ഫേസ്ബുക്കിലിട്ട ആള് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചു. പാർലമെന്ററി മന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം എന്നാണ്. ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങള് മുഖ്യമന്ത്രിക്കെതിരെ അല്ല, അങ്ങ് പാർലമെന്ററി സമയമായി അങ്ങ് പോയിന്റ് പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞിട്ടില്ല. അങ്ങ് 5 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞപ്പോ തടസ്സപ്പെടുത്തിയില്ല. ഒരേ കാര്യം തന്നെ പറയുന്നത് അല്ലല്ല അങ്ങ് കേൾക്ക്. അങ്ങ് ഇത്ര അസഹിഷ്ണുത അത്ര വേണ്ട, അത്ര അസഹിഷ്ണുതൊന്നും വേണ്ട. എനിക്കും കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളതാണ്. സോണിയാഗാന്ധി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ. ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. അതുകൊണ്ട് അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഇരട്ടത്താപ്പ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചീഫ് ജസ്റ്റിസിന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി ഞാൻ അധിക്ഷേപിച്ചു. SNC ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണം എന്ന് പറഞ്ഞ് ബാലി കോഹ്ലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി എറണാകുളത്ത്. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അദ്ദേഹം വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി. ഇതെന്ത് ന്യായമാണ് സർ? മറുപടി കേൾക്കാൻ നിൽക്കണ്ടേ? ഒരു ഡിബേറ്റിലേക്ക് പോകുമ്പോ 2 പക്ഷവും പറയാൻ കേൾക്കണ്ടേ? അങ്ങ് പറഞ്ഞോ അങ്ങയുടെ നേരെയോട് മിണ്ടാതിരിക്കാൻ പറ. അങ്ങ് സംസാരിച്ചു, അവിടെ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ അനുരാഗ് ഠാക്കൂറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം. കെട്ടിപ്പിടുത്തം ഞാനല്ല സർ നടത്തിയത്, അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത്. നരേന്ദ്രമോദിയെ പോയിട്ട് പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സാർ. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് ഠാക്കൂറും ഞാനും മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായിരുന്നവരാണ്. പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ? അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പടം വന്നാൽ അത് ഫേസ്ബുക്കിലിടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ, രാഷ്ട്രീയമായ നിലപാട് വേറെ. അങ്ങ് ഗോൾവാൾക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധമുണ്ടോ? രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, വിമർശനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. ഞങ്ങൾ തിരുത്താമല്ലോ.